നമസ്കാരം. അടുത്തറിയുന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. നമസ്കാരം സർ, വെൽക്കം ടു. നമസ്കാരം. ഫേസ് കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ജെയിംസ് മാത്യു ഒരു നമ്മുടെ എന്താ പറയുക ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒറിജിനൽ ഫേം കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയാണ്. ഞാൻ സത്യത്തിൽ ഉള്ള കാര്യം പറഞ്ഞത്, ഓഫീസിൽ വന്നിട്ട് ഈ അവാർഡ്സ് കാര്യങ്ങൾ ഈ ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്. ഇതിനി ഇവിടെ തന്നെ തുടങ്ങാം സർ, പറയൂ. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. 32 വർഷമായിട്ട് UAE-ലുണ്ട്. 1992 CA ക്വാളിഫൈ ചെയ്തിട്ട് ഇവിടെ UAE-ൽ വന്നു. ഇവിടെ UHY ജെയിംസ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് പറഞ്ഞൊരു കമ്പനി നടത്തുന്നു. ഏതാണ്ടൊരു 160ഓളം സ്റ്റാഫുണ്ട്. 8-9 പാർട്ട്നേഴ്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ടാക്സും അതുപോലെ ഒത്തിരി ചേഞ്ചസ് ഇവിടെ UAE-ൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2018 മുതൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ ആവശ്യകതയും ഒക്കെ ഒരു പരിധിവരെയൊക്കെ കൂടി. കാരണം മണി ലോണ്ടറിങ്, AML, അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസൊക്കെ. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ സാധ്യതകളും അതോടൊപ്പം ഇവിടെ ഒത്തിരി കമ്പനികൾ ഇവിടേക്ക് വരുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഏതാണ്ട് 10-600ഓളം ഫേമുകളുണ്ട് ഇവിടെ UAE-ൽ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫേമായിട്ട് നമ്മളിവിടെ നിൽക്കുന്നു. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പോൾ ഒരു UAE കൊണ്ടുവന്ന ഒരു ഇതാണ്, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കമ്പനികളും ഈ ഒരു ടാക്സ് റെഗുലേഷൻ അത് കൊണ്ടുവന്നിട്ടിരിക്കണം. അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ. സോ നമുക്ക് ഇവർ ഒരു 3 മില്യൺ വരെ സെയിൽസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു 3 കൊല്ലത്തേക്ക് ഒരു എക്സംഷൻ വന്നിട്ടുണ്ട്. 2000 സ്മോൾ ബിസിനസ് റിലീഫ് എന്നാണ് പറയാം, SBR. അപ്പോൾ അതായത് 2024, 25, 26 വരെ അങ്ങനെയുള്ള കമ്പനികൾക്ക് അതിൻ്റെ അവർക്ക് ഒരു വിധത്തിലുള്ള ടാക്സും കാര്യങ്ങളും കൊടുക്കേണ്ട. അത് 3 വർഷത്തേക്കാണ്. 3 വർഷത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അവർ കാര്യങ്ങൾ അവർക്ക് നോർമൽ കേസിലുള്ള സംഗതികൾ വാലിഡ് ആയിരിക്കും. കാരണം ഇവിടെ ഒരു ഏതാണ്ടൊരു 5,50,000-ഓളം കമ്പനികളുണ്ട് ഇവിടെ. അതിനകത്ത് ഏതാണ്ടൊരു 170,000-ഓളം കമ്പനികൾ ഫ്രീ ട്രേഡ് സോണുകളിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു ഡെസ്ക് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനി ഫോം ചെയ്യാം, നമുക്കിവിടെ ആക്ടിവിറ്റി നടത്താം. നമ്മൾക്കിവിടെ എൻട്രി ബാരിയർ ഇല്ല എന്ന് വേണം പറയാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആൾക്കാർക്ക്. കാരണം ദുബായ് എപ്പോഴും ഒരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് പറയാം. അപ്പോൾ ഈ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും ചെറിയ ബിസിനസ് ചെയ്യാനും വലിയ കോസ്റ്റ് ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു പറ്റിയൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫ്രീ സോണിലൊക്കെ കമ്പനി രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അതിനായിട്ട് നമ്മൾ എക്സംഷന് കുറേ ആക്ടിവിറ്റീസ് നമ്മൾ അവർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്വാളിഫൈഡ് ഇൻകം ആണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് അവർ പറഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചറിങ്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് അതിനകത്ത് എക്സംഷൻ ആകാം, ടാക്സ് കൊടുക്കണ്ട. പക്ഷേ നമുക്ക് 2-3 കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് കൃത്യമായ ഇക്കണോമിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസ്, ഫ്രീ സോണിനകത്ത് സ്റ്റാഫ് വേണം, ഫ്രീ സോണിനകത്ത് നമുക്ക് ഓഫീസ് സ്പേസ് വേണം, നമ്മൾ അതുപോലെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. ഇതുപോലത്തെ 2-3 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗോയിങ് ഫോർവേഡ് എല്ലാവരും ഈ ക്ലച്ചസിൻ്റെ ഉള്ളിൽ വരും. കാരണം സീരിയസ് ആയിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഇതിനകത്തോട്ട് തന്നെ വരും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ആദ്യം തന്നെ അത് പറയട്ടെ. സോ ആദ്യമേ UAE വന്ന ടൈമിൽ ഈ ഒരു കമ്പനി ആയിരുന്നു അതോ? ഞാൻ 92 വന്നപ്പോൾ ഒരു 5 ഇയേഴ്സ് ഞാനൊരു ഫേമിൽ വർക്ക് ചെയ്തു. അവിടെ അവിടെ നിന്നാണ് എൻ്റെ ഓൺടർപ്രണർഷിപ്പ് ശരിക്കും വരുന്നത്. അവിടെ നിന്ന് 5 വർഷം ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാനൊരു കമ്പനിയിൽ ക്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഞാൻ സീനിയർ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്തു. 23 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഐ വാസ് എ ഗ്രൂപ്പ് CEO there.
and then I moved out and then moved into set up this business. Okay. UHY James Chartered Accountants എന്നുള്ള. അപ്പോൾ ഇവിടെ തന്നെയാണ്, അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കമ്പനി സ്വന്തമായിട്ട്. അപ്പോൾ അത് നമ്മൾ മൂവ് ചെയ്തപ്പോൾ തന്നെ അതേമാതിരി ആക്കിയതാണ്, സെപ്പറേറ്റ് ആക്കിയതാണ്. ആ സെയിം ഓഫീസ് തന്നെ ഇത് ചെയ്തു, സെയിം ആൾക്കാർ തന്നെ വർക്ക് ചെയ്തു. സെയിം ആൾക്കാർ തന്നെയാണ്, പേര് ചേഞ്ച് ചെയ്തെന്ന് മാത്രം. പേര് മാത്രം ചേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സെയിം ഓഫീസ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി ഈ ഓഫീസ്? ഈ ഓഫീസിൽ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. 2014 ഇങ്ങോട്ട് മാറുന്നത്. എല്ലാ നാഷണാലിറ്റി മിക്സ് ആയിട്ടാണോ എല്ലാവരും? എല്ലാ നാഷണാലിറ്റീസും ഉണ്ട് ഇവിടെ. ശ്രീലങ്കൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഓഫ് കോഴ്സ്, പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, വേറെ അറബ് നാഷണൽസ് എന്നുള്ള ആൾക്കാരുണ്ട്, പല വിധത്തിലുള്ള നാഷണൽ. കാരണം ഡൈവേഴ്സിഫിക്കേഷൻ ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? UAE നാഷണൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുത്തെ നിയമപ്രകാരം ഇപ്പോൾ നമ്മൾക്ക് ഏതാണ്ട് ഒരു പർട്ടിക്കുലർ ത്രെഷോൾഡ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നിയമപ്രകാരം നമുക്ക് അവിടുത്തെ ഗിവിങ് ബാക്ക് ടു ദം ആസ് വെൽ. സോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. സോ തിങ്സ് ആർ ഗോയിങ് ഓക്കെ. അപ്പോൾ ഒത്തിരി സ്റ്റാഫുകളുണ്ട്, വൈഫ് ഇവിടെ തന്നെയാണുള്ളത് എന്നുള്ളത് നേരത്തെ നമ്മുടെ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി, കൂടുതലായിട്ട് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആളിവിടെ എന്തായിട്ടാണ്? 22 വർഷമായിട്ട് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നു ഇവിടെ. 2001 അപ്പോൾ മോർ ദാൻ 22 ഇയേഴ്സ് ഒരു കമ്പനിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് ഓഫീസ് കാര്യങ്ങൾ, ചർച്ചകൾ വീട്ടിൽ വരാറുണ്ടോ? ഫൈനാൻസ് ആൻഡ് അഡ്മിൻ ആണ് നോക്കുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നോക്കുന്നു കാര്യങ്ങളൊക്കെ. UHY ജെയിംസ് ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിനെ കുറിച്ചും അപ്പം ജെയിംസ് മാത്യു അദ്ദേഹത്തെ കുറിച്ചുമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ തന്നെയായിരുന്നു ഇന്നത്തെ അടുത്തറിയാം എന്നൊരു സെഗ്മെന്റിലൂടെ നിങ്ങൾ കണ്ടത്. ഈ ഒരു സെഗ്മെന്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.